ഹലോ ബഡീസ്. അപ്പോൾ ഐശ്വര്യമായിട്ട് ഈ വീഡിയോ സാൻഡയുടെ കൂടെ തുടങ്ങാമെന്ന് വിചാരിച്ചു. സാൻഡയെ കണ്ടു, വർത്താനം പറഞ്ഞു, കൈ കൊടുത്തു, അവിടെ നിന്ന് പോയി സാൻഡ മുട്ടായി ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് അടുത്ത മോൾ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ ലാസ്റ്റിൽ ഈ മോളിലേക്ക് വരുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫിനെക്സ് മോളാണ്. വിയർ മോളും ഫിനെക്സ് മോളും തൊട്ടടുത്തായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വൈറ്റ് ഫീൽഡ് റോഡിലാണ്. മഹാദുപുരയുടെ തൊട്ടപ്പുറത്താണ് വരുന്നത്. സോ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ, നമുക്ക് റോഡുണ്ട്, മെട്രോ അടുത്തുണ്ട്. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കേർപുര അല്ലെങ്കിൽ വൈറ്റ് ഫീൽഡിലാണ് വരുന്നത്. ഇവിടെ നല്ല രസമുള്ള കുറേ ഇങ്ങനെ ചെറിയ റൂംസ് ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് കേക്ക്സ് ഉണ്ട്, പിന്നെ കുറേ എന്താ പറയുക ബൊമ്മകൾ, പാവകളുടെ ഷോപ്സ് ഉണ്ട്, പിന്നെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കാം. കേക്ക് ഓൾറെഡി വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കുറേ വെറൈറ്റി കേക്ക്സൊക്കെ കണ്ടു കേട്ടോ. പിന്നെ എന്തൊക്കെ ഗിഫ്റ്റുകൾ, ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടത് ഇത് ഡോളിൻ്റെ ഷോപ്പാണ്. അങ്ങനെ ഗിഫ്റ്റിൻ്റെ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു ഈ കാണുന്നത് സ്റ്റേജ്. സോ ഇവിടെ 2 സ്റ്റേജ് കിട്ടിയിട്ടുണ്ട്. ഇത് ടെമ്പററി സ്റ്റേജാണ്. ഇതിനപ്പുറം വേറെ ഒരു പെർമനൻറ്റ് സ്റ്റേജ് ഉണ്ട്. സോ സാധാരണ ഷോസൊക്കെ നടക്കുന്നത്, പ്രത്യേകിച്ച് ഈ തൈക്കുടം ബ്രിഡ്ജ് പോലെയുള്ള ടീമിൻ്റെയൊക്കെ പ്രോഗ്രാം സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് നമുക്ക് പിന്നീട് പോകാം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ എങ്ങനെയുണ്ടെന്ന് കാണി. ഇത് മോളിൻ്റെ ഫ്രണ്ട് സൈഡാണ് കേട്ടോ. ഇവിടെ മ്യൂസിക്കൽ പ്രോഗ്രാം ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഞാനതേ വന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ട്രീ നല്ല രസമുണ്ട്. ശരിക്കും 2-3 ദിവസം മുന്നത്തെ ഇതിൻ്റെ ഡെക്കറേഷൻ കണ്ടിരുന്നു. ശരിക്കും ഈ സ്നോഫോൾ പോലെ ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സ്നോ വരുന്ന പോലെയുള്ള കുറേ ഞാൻ വീഡിയോസൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അതില്ല, പക്ഷേ ഇന്ന് 24th അതുണ്ടാകും എന്തായാലും. അവിടുന്ന് ഫോട്ടോ എടുത്തോ, വീഡിയോസ് എടുത്തോ, രസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മ്യൂസിക് കട്ട് ചെയ്തേക്കുക. മേ ബി ഇനി എനിക്ക് വീഡിയോയിൽ ഇഷ്യൂ വരണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ, കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരണ്ടെന്ന് കരുതിയിട്ട് ഞാനത് കളഞ്ഞു. പക്ഷേ ലൈറ്റിങ് നല്ല രസമുണ്ട്. ഇവിടെ എല്ലാവരും വരുന്നത് വീഡിയോയിൽ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനും എടുത്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബോറടിക്കേണ്ട. ഇതൊക്കെ കഴിഞ്ഞു. ഇനി വേറൊരു സംഭവത്തെ കാണിച്ചിരുന്നത് കുറച്ചുകൂടി ഇരുട്ടായി കേട്ടോ. എൻ്റെ ദൈവമേ, ഇത് കാണാൻ എന്ത് ഭംഗിയുണ്ടെന്നറിയാം. ഇത് ശരിക്കും ഒരു പീക്കോക്കിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ച് ഒരു രക്ഷയില്ല. ഇതിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്ര ഭംഗിയുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഇത് നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ല. ഇത് ശരിക്കും കുറച്ചുകൂടി ഇരുട്ടി വരുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ശരിക്കും കാണാൻ വേണ്ടി. ഇത് ക്രൗഡായിട്ട് വരുന്നേ ഉള്ളൂ. ഇനി ഒരു 1-2 മണിക്കൂർ കൂടെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് മെട്രോയുടെ ലൈനൊക്കെ കാണിക്കുന്നത്. ക്രൗഡ് എന്ന് പറഞ്ഞാൽ ആ റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കും. ഇത് ശരിക്കും ഫിനെക്സ് ഇപ്പോൾ നമുക്ക് 2 ഫിനെക്സ് ഉണ്ട്. മോൾ ഓഫ് ഫിഷ് വേറെയുണ്ട്. അവിടെ ഒത്തിരി നല്ല ഭയങ്കരമായിട്ട് അടിപൊളി ഡെക്കറേഷൻസോ. ഞാൻ അവിടെ പോയില്ല, ഇതെനിക്ക് അടുത്തായതുകൊണ്ടാണ് പോയത്. അപ്പോൾ എല്ലാ വർഷത്തെ ക്രിസ്മസ് ഇവിടെ ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഇത് കുറേ കൂടെ പഴയ മോളാണ്. പഴയ മോള് മാത്രമല്ല, ഒരു സമയത്ത് ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ മോളായിരുന്നു. അതിനുശേഷം ഇപ്പോൾ മാൾ ഓഫ് ഏഷ്യയാണ് ഏറ്റവും വലിയ മോള്. പക്ഷേ ഒരുപാട് പുതിയ ബ്രാൻഡിനെ ഇവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതൊക്കെ ഈ ഒരു മോളാണ് കേട്ടോ. അകത്ത് നല്ല സെറ്റപ്പാണ്, ഭയങ്കര വലുതാണ്. ശരിക്കും പോയി കഴിഞ്ഞാൽ നല്ലപോലെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെട്ടു. ഞാൻ ആദ്യമായിട്ട് മോളിൽ പോയത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എവിടെ എൻട്രൻസ്, എവിടെ എക്സിറ്റ് എന്ന് അറിയാം. അകത്ത് കയറിയത് മാത്രം ഓർമ്മയുണ്ട്, ഇതിലേക്കൂടെ കറങ്ങിയിട്ട് എത്തുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാനിതിൻ്റെ ബാക്കിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ഒരു സ്റ്റേജ് ഉണ്ട്, അവിടെ പ്രോഗ്രാം ഉണ്ട്, അവിടെ DJ പ്രോഗ്രാം, മ്യൂസിക്കൽ ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാനാണ്. പക്ഷേ നമുക്ക് സൈഡിൽ കൂടെ എൻട്രി ഇല്ലായിരുന്നു, ഒക്കെ കയറ്റി വിടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മോളിനകത്തൂടെ കയറിയിട്ട് പോകാൻ പറഞ്ഞു. ചെയ്തേ മോളിനകത്തേക്ക് കയറി. ഭയങ്കര വലിപ്പമാണ്, കുറേ പോർഷനായിട്ടാണ് വരുന്നത്. പക്ഷേ അകത്ത് കയറിയിട്ട് നമുക്ക് അറിയാത്ത ആളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണിയിട്ട് ഡെക്കറേഷൻ, ഇൻറ്റീരിയറൊക്കെ നല്ല രസമാണ്. പക്ഷേ ഇവരൊക്കെ സീസണലാണ് ഇവിടുത്തെ ഡെക്കറേഷൻ വരുന്നത്. ഒരുമാതിരി ഇൻറ്റീരിയർ ലൈറ്റിങ്സൊക്കെ ഓരോ സമയം വരുമ്പം ചേഞ്ച് ചെയ്യും. ഫൈൻ. സോ ഇവിടുത്തെ ഗ്ലാസിങ്, ലൈറ്റിംഗ് ഒക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. മിക്കപ്പോഴും ഒരു മന്ത്ലി ഇത് ചേഞ്ച് ചെയ്യും. പ്രത്യേകിച്ച് ഇതിൻ്റെ വലിയ ലൈറ്റുകൾ, എനിക്കെൻ്റെ പേരറിയില്ല കേട്ടോ, ഞാൻ മറന്നുപോയി. സോ ലൈറ്റ്സ്, കംപ്ലീറ്റ് ലൈറ്റ്സിൻ്റെ ഡിസൈൻ ഇവർ മന്ത്ലി ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും മോഡൽ വരുന്ന സമയത്ത് ഓരോരോ എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്കൊരു കണ്ട് മടുപ്പ് തോന്നത്തില്ല ഇവരിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിന് എത്ര വലിപ്പമുണ്ടെന്ന്. ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ അവിടെ. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ക്രൗഡ്, ഇതൊക്കെ
ഫുഡ് കഴിക്കാനുള്ള ഫുഡ് കോർട്ട് മുകളിൽ വേറെ ഉണ്ട്. പക്ഷേ അതിൻ്റെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആക്ച്വലി കഴിക്കാൻ കുറേ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട് കേട്ടോ. കോസ്മെറ്റിക്സിൻ്റെ എല്ലാ A to Z സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇനി ഇതിൻ്റെ വെളിയിലേക്ക് ഇറങ്ങാൻ ഇതിനകത്ത് കുറേ എക്സിറ്റ് ഉണ്ട്. പക്ഷേ എനിക്കിപ്പോൾ സ്റ്റേജിലേക്ക് പോകാനുള്ള എക്സിറ്റ് അവിടെ എത്താൻ തന്നെ ഒരു നമ്മളിങ്ങനെ പറയാം ഒരു അരമണിക്കൂർ എടുക്കുന്നൊക്കെ പോലെ കുറേ ദൂരമുണ്ട് കേട്ടോ. നടന്നിട്ടും തീരില്ല. എങ്ങനെ പോലും ഒരു 5 മിനിറ്റെങ്കിലും നടക്കാനുണ്ട്. കുറേ നടന്നാലേ വെളിയിലെത്തുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ചുറ്റുമൊക്കെ നോക്കി ഇങ്ങനെ വായി നോക്കിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ജസ്റ്റ് പിന്നെ ഓൺ വോയിസ് കൊടുത്തെടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വീണ്ടും അവിടെ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്തിരിക്കുകയായിരുന്നു. ഇൻ കേസ് പിന്നെ അതെനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇഷ്യൂ ആകണ്ടെന്ന് കരുതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ പിന്നീട് വോയിസ് ആഡ് ചെയ്യുമായിരുന്നു കേട്ടോ. സോ നമ്മൾ ഫൈനലി നടന്നതടെ ഒരു എക്സിറ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സ്റ്റേജിലേക്ക് പോകാൻ പറ്റും. സോ ഇതിലേക്കൂടെയാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം. ഇവിടുത്തെ ലൈറ്റിങ് ഭയങ്കര രസമാണ്. VR മോൾ കാണുന്നു. തൊട്ടൊരു സഹോദരങ്ങളാണ്, ചേട്ടൻ അനിയനെയാണ് കേട്ടോ. തൊട്ടപ്പുറം ഇവിടെ ചെറിയൊരു ഫൗണ്ടെയിൻ ഉണ്ട്. സോ മ്യൂസിക്കൽ ഷോ തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് അധികം ക്രൗഡില്ല. ഈ കാണുന്നതൊക്കെ പബ്ബ് ബാറാണ് കേട്ടോ. സോ ഡ്രിങ്ക്സ് കഴിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം ആസ്വദിക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. അതിൽ ഇതിന് മുകളിലേക്ക് ഫ്ലോർസും ഉണ്ട്, ഇല്ല താഴെ സോഷ്യലുണ്ട്, മുകളിൽ പബ്ബൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വെളിയിലേക്ക് നോക്കാനൊക്കെ സൗകര്യത്തിനാണ് അത് ചെയ്ത് വെച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് കേട്ടോ. സോ ഇതാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വലിയൊരു, അതായത് ഓരോ ദിവസവും നടക്കുന്ന മ്യൂസിക്കൽ ഷോയുടെ ഏതൊക്കെ DJ വരുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 21-ാം തീയതി മുതൽ 25-ാം തീയതി വരെ കാണിക്കുന്നത്. സോ ആരൊക്കെയാണ് വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ജസ്റ്റ് അത് വായിച്ച് നോക്കുമായിരുന്നു. എനിക്കതിന് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഓർത്തത് ചെയ്തില്ലല്ലോ എന്ന്. സോ നമുക്ക് ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇവർ കുറേ ക്രിസ്മസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒരു മാർക്കറ്റ് പോലെ, ക്രിസ്മസ് മാർക്കറ്റ് അങ്ങനെ ഒരു കാറ്റഗറിയിലാണ് ഇത്. ജസ്റ്റ് ഫുൾ ഡെക്കറേഷനൊക്കെ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റേജ്. ഇത് ആക്ച്വലി പെർമനൻറ്റ് സ്റ്റേജ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഷോസ് എല്ലാ മാസവും നടക്കുന്ന സ്ഥലമാണ്. എപ്പോഴും ഏതെങ്കിലും DJ പാർട്ടികൾ അങ്ങനെ ഓപ്പൺ എയറാണ്. ശരിക്കും സ്റ്റേജ് മുകളിൽ റൂഫുണ്ട്. പക്ഷേ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ നിന്ന് കാണണം. ഇല്ലെങ്കിൽ അവിടെ 2-3 ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ വൈൻ ഫെസ്റ്റ് നടന്ന സ്ഥലമാണ്. ഈ പ്രാവശ്യം വൈൻ ഫെസ്റ്റ് ഇല്ല. പക്ഷേ ഫുള്ള് ഫുഡ് കോർട്ടുകളാണ് കേട്ടോ. ഒരുപാട് നോൺ വെജ്, വെജ്, ഇപ്പോൾ വടാപ്പാവ്, അങ്ങനെ ചിക്കൻ്റെ ഐറ്റംസ്, മോമോസിൻ്റെ ഐറ്റംസ്, പിന്നെ ഐസ്ക്രീംസ്, പിന്നെ ദോശ, തട്ട് ദോശ, മസാല ദോശ. സോ ഇങ്ങനെ ഒരുപാട് ഫുഡിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഇതാണ്. ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ കയറി നോക്കി. ഇവിടെ എന്താ പറയുക, പാനിപൂരി, അതുപോലെ തന്നെ സമൂസ, ഇങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടു കേട്ടോ. അപ്പോൾ ഓരോ ഫുഡ് കോർട്ടിലും അവിടെ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് അവർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടത്തിന് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആൾക്കാർ. അപ്പോൾ ഫുഡ് കോർട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ കഴിഞ്ഞ വർഷം ഞാൻ ക്രിസ്മസിൻ്റെ സമയത്ത് നാട്ടിലായിരുന്നു. അതിന് മുന്നിലത്തെ വർഷം ഇവിടെ ഉണ്ടായിരുന്നു. ഇത് മുഴുവൻ വൈൻ ഷോപ്സ് ആയിരുന്നു. ഒരുപാട് വെറൈറ്റി, ഓൾമോസ്റ്റ് എല്ലാ ഫ്രൂട്ട്സിൻ്റെയും നല്ല വൈൻസ് ഉണ്ടായിരുന്നു. ചെറിയ റേറ്റിന് 110 രൂപ, 140 രൂപ പോലെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു. മുളക് ചില്ലി വൈൻ ഞാനും കുടിച്ച് നോക്കി, നല്ല അടിപൊളിയായിരുന്നു. സോ അങ്ങനത്തെ സാധനങ്ങളായിരുന്നു. ഇവിടെ ചെറിയൊരു ഡെക്കറേഷൻ വേണ്ടി. ഇത് എൻ്റെ ഒരു എക്സിറ്റാണ് ആക്ച്വലി. പിന്നെ ഇവിടെയൊക്കെ ഡിസ്പ്ലേ ആണ് കേട്ടോ. അപ്പോൾ ഈ പ്രോഗ്രാമിന് മുന്നേ ഓരോ ഡിസ്പ്ലേയിൽ വെച്ചേക്കാണ് ഏതൊക്കെ പ്രോഗ്രാം നടക്കുന്നത്. ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അധികം ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഏകദേശം ഒരു 7:30-8 മണിയൊക്കെ ആകുന്ന സമയത്താണ് അത്യാവശ്യം ക്രൗഡ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇവിടെ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. ശരിക്കും നിൽക്കാൻ അത് ഡിപ്പെൻസ്, ഓരോരുത്തരുടെ അവരെത്രത്തോളം ഫേമസ് ആണ് അങ്ങനത്തെ ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റുന്നത് ചെറിയ കുട്ടിയുടെ പ്രോഗ്രാമാണ് കേട്ടോ. ജസ്റ്റ് അത് റെക്കോർഡ് ചെയ്ത് കുറച്ച്
കഴിഞ്ഞ് പതിയെ ഇറങ്ങി. ഇവിടെ 2 കാർട്ടൂൺ ക്യാരക്ടേഴ്സ് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് അവളുടെ കൂടെ നിന്ന് ഫോട്ടോ സെൽഫി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അധികം സമയമായില്ല ഞാൻ ഇറങ്ങി. എനിക്ക് തോന്നുന്നു പ്രോഗ്രാമിൻ്റെ ആ ഒരു കുറച്ചുകൂടി ഒരു സീരിയസ് ആയിട്ട് വരുന്നത് 8 മണിക്കൊക്കെ ശേഷമാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ട്രാഫിക്കായിരിക്കും. തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ പതിയെ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതായത് നന്ദൂസ് അതൊക്കെ ഫുഡ് കോർട്ടാണ്. ഇറങ്ങി ഇത് മോളുടെ ഒരു സൈഡ് ഞാൻ ആദ്യം ഇറങ്ങിയില്ലേ, ഇവിടെയൊക്കെ ഇറങ്ങി ആ ഭാഗത്തേക്ക് തന്നെ വന്നു. ഇവിടെ ഒരു നല്ല അടിപൊളി ഒരു ഫൗണ്ടെയിൻ ഉണ്ട്. ഇങ്ങനെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ദൂരേക്ക് ആൾക്കാർ നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. ഏതും പബ്ബിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. രസമാണ് ഇവിടുത്തെ ലൈറ്റിങ്. എപ്പോഴും പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓരോ പ്രാവശ്യം വരുന്ന സമയത്ത് ഓരോ ലൈറ്റിങ്ങാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സോ സാധാരണ രീതിയിൽ മോളിൽ പോയിട്ട് അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ ലൊക്കേഷൻ നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ. പിന്നെ ഫുഡ് കോർട്ടിൽ ഫുഡൊക്കെ കഴിക്കാനൊക്കെ പോകാം. KFC ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഫുഡ് കഴിക്കുന്നത് വലിയ പ്രശ്നമില്ല. പക്ഷേ അല്ലാതെ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ വന്നിട്ട് മേടിക്കാറുള്ളൂ. സോ യൂഷ്വലി എല്ലാവരും മോളിൽ പോകുന്ന ചുമ്മാ കറങ്ങി അടിച്ച് നടക്കാനല്ലേ. സോ ഞാൻ ഒരിടത്തുനിന്ന് തുടങ്ങി കഴിഞ്ഞാൽ തീരില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സാധനങ്ങളൊന്നും അധികം വാങ്ങാൻ വേണ്ടി വരാറില്ല. പിന്നെ ജസ്റ്റ് കറങ്ങാൻ വേണ്ടിയിട്ട് ഒരു മൈൻഡ് റിലീഫ്. അതുകൊണ്ട് ഇവിടെ രാത്രിയിൽ വെളിയിലൊക്കെ ഇരിക്കാൻ നല്ല രസം. നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് ഇവിടെ ലൈറ്റിങ് കണ്ടില്ലേ. അപ്പോൾ ഇവിടേക്ക് ഇരിക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ക്രൗഡ് ആയതുകൊണ്ട്, ഇപ്പോൾ ക്രൗഡൊക്കെ ഇല്ലാത്ത സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. മൈൻഡ് നല്ലപോലെ ചില്ലാകും. ഇത് മാത്രമല്ല ഒരുപാട് എല്ലാ മോളിലും അങ്ങനെ ഒരുപാട് നല്ല എല്ലാ മോളിലും അങ്ങനെ തന്നെ. ഇപ്പോൾ ഞാനിവിടെ എലമെൻറ്റ്സ് മോളാകട്ടെ, RMZ മോളാകട്ടെ, അതുപോലെ ഫോറം മോള്, എല്ലാ മോളിലും നോക്കുകയാണെങ്കിൽ വൈകിട്ട് ഒരു 6 മണി മുതൽ മോള് ക്ലോസ് ചെയ്യുന്ന ടൈം വരെ എല്ലാവരും ഇങ്ങനെ വന്ന് വെറുതെ, ഇതിനകത്ത് പോലും കാര്യമില്ല, വെറുതെ ഇങ്ങനെ അതിൻ്റെ പടികളിൽ സ്റ്റെപ്പിലൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോ അതൊരു രസമാണ്. ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് വന്നിരിക്കുന്നതും കപ്പിൾസായിട്ട് വന്നിരിക്കുന്നതും ഒക്കെ ഒരു എന്താ പറയുക, അതൊരു രസമുള്ള കാര്യമല്ലേ. സോ ഞാൻ ഫ്രണ്ടിലെ ഡെക്കറേഷൻസ് ഇപ്പോൾ കുറച്ചുകൂടെ ഇരുട്ടായതുകൊണ്ട് രസമുണ്ടായിരിക്കും. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട്, മീൻസ് ഞാൻ പോകാൻ ഇപ്പോൾ വണ്ടി ബുക്ക് ചെയ്യണം, പോകണം. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് കൂടെ കാണിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച്. വീടിന് ദൂരം ഉള്ളതുകൊണ്ട് കുറേ കൂടി നടന്നാലേ അങ്ങ് എത്തുള്ളൂ കേട്ടോ. അത് നടക്കുന്ന ഒരു മടുപ്പാണ്, മീൻസ് ഇങ്ങനെ ആയതുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് ഇരിക്കാനൊക്കെ ഒരു സ്പേസ് ഉണ്ട്. പക്ഷേ എനിവേ ഞാൻ പോകാൻ ഡിസൈഡ് ചെയ്തതുകൊണ്ട് ഞാൻ അതിൻ്റെ മുന്നിലേക്ക് വരിക കേട്ടോ. ദേ ആ പീക്കോക്കിൻ്റെ സംഭവം കണ്ടില്ലേ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇൻ കേസ് നിങ്ങൾ ഈ ഏരിയയിലുള്ളവരാണെന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ വർഷം ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ വിസിറ്റ് ചെയ്യുക. ഇതുപോലെ എല്ലാ മോൾസും ഓരോ മോൾ നല്ല, എല്ലാ മോളും ഒരു നല്ല രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ മറ്റ് ഫെസ്റ്റിവലുകളെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ക്രിസ്മസിൻ്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ ലൈറ്റിങ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റ് ഫെസ്റ്റിവലുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ കർണാടകയിൽ തന്നെ ഒരുപാട് റിലീജിയസ് ഫെസ്റ്റിവലുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് എനിക്ക് തോന്നുന്നു ക്രിസ്മസിൻ്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അത്രയും ലൈറ്റിങ് ഇങ്ങനെ വരുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്, എനിക്ക് വേറെ അറിയില്ല, ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. സോ അതൊരിക്കലും ഒരു മതത്തെ ചേർത്ത് പറയുകയല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കളർഫുൾ മീൻസ് ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. എൻ്റെ ഇവിടേക്ക് വരുമ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ക്രൗഡായിട്ടുണ്ട്. ഇവിടെ മ്യൂസിക് പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ട്. സോ സ്റ്റേജിലാളുണ്ട്.
നല്ല ക്രൗഡാണ് കേട്ടോ. ഫുൾ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇവിടെ രണ്ടിടത്തായിട്ട് പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഒരിടത്ത് DJ നടക്കുന്നുണ്ട്. സോ നീ നോക്ക്, നിങ്ങക്ക് ഇത് ക്രൗഡ് കാണാൻ പറ്റുന്ന എല്ലാവരും ഇങ്ങനെ സെൽഫി എടുക്കാൻ വരുന്നവരാണ് കേട്ടോ. എനിക്ക് ഇവിടുത്തെ ഇവര് ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനേക്കാൾ, അതായത് ഈ ട്രീയേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് ഇവിടെ അടുത്ത് വെച്ചേക്കുന്നത് കാണിച്ചു തരാവേ. സോ അത് നോക്കിക്കേ, എന്തോരം ക്രൗഡാന്ന് നോക്കിക്കേ ഇത് കാണാൻ വേണ്ടിയിട്ട്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ശരിക്കും ഇതാണ്. എത്ര ആൾക്കാരാന്ന് ഫോട്ടോ എടുക്കുന്നതെന്ന് നോക്കിക്കേ. ഹലോ, നല്ല ഭംഗിയിൽ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പീക്കോക്കിനെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. പക്ഷേ ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാനേ. ബാംഗ്ലൂരിലെ ഏത് മോൾ എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ നല്ല ക്രൗഡാണ്. ഇനി ഇത് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കുറച്ച് പ്രയാസമുണ്ട്. നമ്മുടെ മെട്രോ സ്റ്റേഷൻ ഇവിടെ നമുക്ക് കാണാം, മെട്രോ പോകുന്നത്. എപ്പോഴെങ്കിലും അവിടെ നിന്ന് ഇനിയിപ്പോൾ ക്യാബിന് പോകണം. ഇപ്പൊ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ സമയത്ത് വീട്ടിലെത്താൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ക്രിസ്മസ് വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വിശേഷവുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ ബൈ.